ഹലോ അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇപ്പൊ സമയം 5:28 ഇന്നൊരു 6 മണിക്കാണ് നമ്മൾ പരിപാടി ഉദ്ദേശിച്ചത്. പക്ഷെ കുഞ്ഞിലെ പിറന്നാൾ നമ്മൾ ഒരിക്കലും കുറയ്ക്കില്ല. കൊറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ, നിങ്ങളെ രണ്ടാളെ ബർത്ത്ഡേ അടിപൊളിയാക്കി, ആ മോളുടെ പിറന്നാൾ എന്താ ഇങ്ങനെ ആക്കാന്, ഫസ്റ്റ് ബർത്ത്ഡേ വന്നത്. പക്ഷെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് ആക്കി ഞങ്ങൾ നടത്തിയത്. കാരണം ഗാനമേളയും സ്റ്റേജും എല്ലാം, അത് കുഞ്ഞിന്റെ ആ ഒരു പ്രോഗ്രാം അപ്പുറത്തുണ്ടായിരുന്നു. നമ്മളോട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മള് 18-ാം തീയതി ആയിരുന്നു ഡേറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഞ്ഞിന്റെ 20-ാം തീയതി എന്തായിരുന്നു, 20-ാം തീയതി ആയിരുന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു, അമ്മയൊക്കെ പറഞ്ഞു 2 ദിവസം ടയേർഡാവും എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മള് ഒറ്റ ദിവസത്തെ മാറ്റിയത്. അപ്പൊ അങ്ങനെ ചിലൊരു തെറ്റിദ്ധാരണ ഉണ്ട്, മോളുടെ പിറന്നാൾ നമ്മൾ നടത്തിയിട്ടില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കുഞ്ഞിന്റെ പിറന്നാള് എന്തായാലും അവളുടെ പേരിടലായാലും പിറന്നാളായാലും എല്ലാം നമ്മൾ അത്രയും ഗ്രാൻഡായിട്ട് തന്നെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് എന്ത് പ്രോഗ്രാം ആയാലും, അവളുടെ എന്നല്ല, പൊന്നുൻ്റെ ആയാലും ആരുടെ ആയാലും അത്രയും ഗ്രാൻഡായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ ഇന്ന് ആ ഒരു വിശേഷമാണ് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോണത്. എങ്ങനെയാണ് 4 മണിയാകുമ്പോൾ വീടെത്തിയോട്ട് ഈ മനുഷ്യനും അത് വീഴ്ത്തടി പൊന്നാ നേരം ഒഴുകി ആൾക്കാർ ക്ഷണിച്ചിട്ട് അവിടേക്ക് എത്തണം എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് ടൈമിങ് എനിക്ക് മാക്സിമം ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ ചെയ്തു അറിയും. അപ്പൊ കാത്തുമ്മ അമ്മയുടെ അച്ഛൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. അവൾ ഡ്രസ്സൊന്നും റെഡി ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ അമ്മ അച്ഛൻ പറഞ്ഞു അവളെ കൊണ്ടുവരാൻ. എനിക്കാണെങ്കിൽ ഈ ഡ്രസ്സിൻ്റെ വീഡിയോസ് എടുക്കാനുണ്ട്. ഡ്രസ്സിൻ്റെ ഞാൻ ഫുള്ളും കാണിച്ചു തരാം കേട്ടോ. അത് നമ്മളുള്ള ക്യൂൺ എന്ന് പറഞ്ഞ് ബുട്ടിക്കിന് ചെയ്താണ്. അടിപൊളിയായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മുന്നത്തെ മെഷർമെൻറ്റ് മാത്രമേ അതിൽ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് അതുപോലും കൊടുക്കാൻ പോകാനൊന്നും ടൈം കിട്ടിയില്ല. എനിക്ക് ഇപ്പോഴും എന്നെ കമൻ്റ് ആണ്, ഉണ്ണിക്ക് നിങ്ങൾ ഏത് ലോഷനാണ് യൂസ് ചെയ്യുന്നത്, ഉണ്ണി സ്കിൻ ഇപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണേന്ന്. അപ്പം ഞാൻ അവൾക്ക് വേണ്ടി യൂസ് ചെയ്ത് ലവ് ലാബിൻ്റെ ബേബി ലോഷനാണ് കേട്ടോ. വിത്ത് മിൽക്ക് പ്രോട്ടീൻ അടങ്ങിയുള്ള ലോഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സെൻസിറ്റീവ് സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഏത് സ്കിന്നിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ലോഷനാണത്. അതേപോലെ തന്നെ എത്ര വലിയ സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും 24 മണിക്കൂർ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട് മോയ്സ്ചറൈസർ. ഇതിൽ അടങ്ങിയുള്ള ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ മിൽക്ക് പ്രോട്ടീൻ, സ്വീറ്റ് എലമെന്റ് ഓയിൽ, ജജാബ ഓയിൽ, ഷിയ ബട്ടർ, പിന്നെ വിറ്റാമിൻ ഇയും കൂടി ഇൻക്ലൂഡിംഗ് ആണ്. ഈ ലോഷൻ യൂസ് ചെയ്ത സ്കിൻ ഇറിറ്റേഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ പാരബൻ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും ആണ്. അതുകൊണ്ട് തന്നെ കാത്തുമ്മക്ക് ചെറുപ്പം മുതൽ ഞാൻ ഈ ഒരു ലോഷനായിട്ട് യൂസ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്കും പർച്ചേസ് ചെയ്യണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. പക്ഷെ എനിക്ക് അടിപൊളിയായിട്ട് ചെയ്തു തന്നു. ഞാൻ ഇന്ന് കൊടുന്നിട്ട് കുളിച്ച് ഞാൻ ഡ്രസ്സ് മാറുമ്പോഴാണ് ഞാൻ ഇട്ട് നോക്കുന്നത്. പക്ഷെ ഓക്കെയാണ്, സെറ്റാണ്, ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല, സമാധാനമായി. അതുപോലെ തന്നെ കുഞ്ഞിക്കും സെയിം ഇതേപോലത്തെ മോഡലിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവളെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ബർത്ത്ഡേക്കൊക്കെ ഫസ്റ്റ് രാവിലെ തൊട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ രാവിലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു സ്റ്റോറി ഇട്ടിട്ടില്ല. നമുക്ക് സ്റ്റോറി പോലും ഇടാൻ പറ്റിയില്ല. കുറേ പേര് വിഷ് ചെയ്തിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. സ്വതവേ ഞാൻ വണ്ടിയിൽ യാത്രയും അധികം വീഡിയോ എടുക്കാത്ത ഒരാളാണ്. ഫോണിൽ നോക്കില്ല, ഫോണിൽ നോക്കില്ല, റിപ്ലൈ എടുക്കാൻ ഞാൻ ഫോണിൽ നോക്കില്ല. ഇപ്പോൾ നമ്മൾ ഇത്രയും വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. എനിക്ക് അല്ലെങ്കിൽ തല കറങ്ങും. അപ്പോൾ ഇന്ന് ഫുള്ളി യാത്ര തന്നെയായിരുന്നല്ലോ, അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം ഒരു 4 മണിക്ക് തുടങ്ങിയ ഓട്ടാണ്. ഞങ്ങൾ 4 മണിക്ക് എഴുന്നേറ്റ്, പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് ഉണ്ണീനും കുളിപ്പിച്ച് ഞങ്ങൾ പോയതാണ്. പിന്നെ ഒന്ന് റെസ്റ്റ് എന്ന് പറയാനൊന്നും പറ്റിയില്ല. ഇങ്ങനെ ഓട്ടത്തിന്റെ ഓട്ടം. ഇപ്പൊ ഇന്ന് രാത്രി വർക്കിന് പോകണം. നമുക്ക് റെസ്റ്റില്ല. അയ്യോ, ആലോചിക്കാൻ പോലും വയ്യ. പിന്നെ പരിപാടി ഒരുപാട് വലിയ പരിപാടി ഒന്നുമല്ല. നമുക്ക് അത്രയും വേണ്ട കുറച്ച് ആൾക്കാർ, അങ്ങനെ ബന്ധുക്കൾ മാത്രം ആയിട്ട് ചെറിയൊരു പരിപാടിയാണ് അല്ലേ. എന്തായാലും ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അമ്മയും അച്ഛനൊക്കെ അവിടെ നിന്ന് വരണുള്ളൂ. അതിന് വേണ്ടി ഞങ്ങളോട് പോകുന്നു. കാരണം നമുക്ക് ഡ്രസ്സിന്റെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കണം. ആരെങ്കിലും ഒരാൾ എത്തുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം. കാരണം നമ്മൾ ആദ്യം ഒരാളവിടെ വേണ്ടേ, അത് മസ്റ്റാണ്, മസ്റ്റ്. കാരണം ഇപ്പൊ നല്ല ബ്ലോക്കും കാര്യങ്ങളുള്ള ടൈമാണ് നമ്മുടെ ഈ കേച്ചേരി പണി നടക്കണ കാരണം. അപ്പോൾ നമ്മള് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല കറക്റ്റ് ടൈമിൽ എത്തുമില്ല എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ വേഗം ഇറങ്ങി, ഞങ്ങൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ പോവാ പറഞ്ഞു. ഇനി അവിടെ എത്തിയിട്ട് അവരൊക്കെ വന്ന് കേക്ക് മുറിക്കലും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഒന്നും കണ്ടില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒക്കെ നമ്മള് വിളിച്ചു, ചെയ്യിക്കാൻ പറഞ്ഞു, ഒക്കെ സെറ്റാക്കി. ആ കേക്ക് പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങളല്ല
അല്ല മേടിച്ചത്, അവര് നമുക്ക് കൊടുന്ന് അവിടെ ഹോട്ടലിൽ വെക്കുകയാണ് ചെയ്തത്. നമുക്ക് അതിനൊന്നും ടൈം കിട്ടിയില്ല. ഫുൾ നോക്കാം. അതെനിക്ക് തോന്നുന്നു ഞങ്ങളെ വീട്ടിൽ എന്ത് പരിപാടി വെച്ചാലും ഇന്നലെ ഞങ്ങൾ ചിന്തിച്ചു ഇന്നലെ എല്ലാം കഴിഞ്ഞ് ഇന്ന് ഫ്രീ ആണ്, ഇന്ന് കേക്ക് കൊണ്ടു കൊടുക്കുക, ഡ്രസ്സ് ട്രയൽ ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് സെറ്റാക്കി വെച്ചത്. പക്ഷെ എല്ലാം മാറി മറിഞ്ഞ് ഫുൾ ബിസി ആയി. എന്തായാലും ഇന്ന് നമുക്ക് ബർത്ത്ഡേ വിശേഷങ്ങളും കാര്യം കാണാം. അങ്ങനെ നമ്മളെ ബർത്ത്ഡേ ഹോളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ 2 ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ട്. വീഡിയോയും ഫോട്ടോ ഇവരാണ് ചെയ്യുന്നത്. സച്ച് വീഡിയോയും അഖിലേട്ടൻ ഫോട്ടോ ആട്ടോ ചെയ്യുന്നത്. അതേപോലെ ഇതാണ് നമ്മൾ ഡെക്കറേഷൻ. ചെറിയ ഡെക്കറേഷനാണ്, നല്ല ഭംഗിയുണ്ട് അല്ലേ. ഞാനാണ് പറഞ്ഞത് ഒരുപാട് വലുതൊന്നും ചെയ്യണ്ട, ആ കുറച്ച് ടൈമിലേക്കാണ്. അതും ഒരുപാട് പേരെ നമ്മൾ ക്ഷണിക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം വരുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട്, അടിപൊളിയുണ്ടല്ലേ. ഇതിൻ്റെ വർക്കാണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും എല്ലാം അടിപൊളി. ഞാൻ പറഞ്ഞാലും ഞാൻ എൻ്റെ മെഷർമെൻറ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ഇതൊന്നും കൊടുക്കാതെയാണ് അവർക്ക് ഇത്ര അടിപൊളിയായിട്ട് ചെയ്തു തന്നത്. പല ഫുൾ ഡീറ്റെയിൽസും ഞാൻ വീഡിയോ താഴെ കൊടുക്കാം. അതേപോലെ തന്നെ അവർക്ക് ഒട്ടുമിക്ക എല്ലായിടത്തേക്കും ഇങ്ങനെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് അവർ സ്റ്റിച്ച് ചെയ്ത് അയച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് മോഡലാണ് വേണ്ടത് എന്നുള്ള ഫോട്ടോ മാത്രം കൊടുത്താൽ മതി. അവരെന്നെ മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം എടുത്ത് ഫുൾ ഡിസൈനും ചെയ്ത് തരും. അവരുടെ സ്റ്റിച്ചിങ് ഒക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കാത്തുമേലെ ഡ്രസ്സ് നോക്കി അവളുടെയും അളവെടുക്കാൻ നിന്ന് കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെയാണ് അവളുടെയും ഡ്രസ്സ് അടിച്ചിരിക്കുന്നത്. പക്ഷെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അതങ്ങനെ അമ്മയും അച്ഛനും ഉണ്ണികളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കുണിക്കുമ്പോഴൊക്കെ നല്ല കുറുമ്പ് കാണിച്ചുകൊണ്ട് നിൽക്കട്ടെ. അങ്ങനെ അവരെ നല്ല കുറുമ്പ് കാണിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് കൊടുത്തിട്ട് ഞാൻ സെറ്റ് ചെയ്യാൻ പോവാട്ടോ. കാരണം ഇപ്പോഴേ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും വന്നുകൊണ്ടിരിക്കണം. നല്ല ബ്ലോക്കുള്ളതുകൊണ്ട് തന്നെ അവർക്ക് എത്തിപ്പെടാനും പറ്റുന്നില്ല. എല്ലാവരും ബ്ലോക്കിൽ കിടക്കാന്നുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനതാ ഞാൻ കേക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കേക്കും കപ്പ് കേക്കും എല്ലാം സെറ്റ് ചെയ്ത ആൾക്കാർ ഇൻസ്റ്റയായിട്ട് ഞാൻ ബാക്ക് സൈഡിൽ കൊടുക്കാം. അതുപോലെ ഡീറ്റെയിൽസും വീഡിയോ താഴെ കൊടുക്കാം. അടിപൊളി കേക്കാണ്. അപ്പോൾ ഈ ഗുരുവായൂർ, കുന്നോളം, തൃശ്ശൂർ ആ ഒരു ഏരിയയിലുള്ളവരൊക്കെ വിളിച്ച് ബുക്ക് ചെയ്യുക. എന്താ പറയുക, ഞങ്ങളുടെ ഒട്ടുമിക്ക 2 വർഷത്തെ എല്ലാ പരിപാടികൾക്കും കേക്ക് വരുന്ന വക തന്നെയാണ് കേട്ടോ. അത്രയും ടേസ്റ്റാണ് കാര്യങ്ങളാണ്. അതേപോലെ തന്നെ നോലുമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എഗ്ഗില്ലാത്ത കേക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കേക്ക് എങ്ങനെയുണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ. പക്ഷേ വിചാരിച്ച പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ പറയുന്നതിനപ്പുറം നമ്മളെ വീഡിയോഗ്രാഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടു നല്ല കേക്കാണല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് കേട്ട് ഭയങ്കര സന്തോഷം തോന്നി. ഞാനിങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു, ഇങ്ങനെ ചെയ്യുമെന്ന് അറിയെങ്കിലും ഞാൻ ഇതൊരു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ എഗ്ഗ് യൂസ് ചെയ്ത കേക്ക് ഞാൻ ഇതൊരു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ അടിപൊളി കേക്കായിരുന്നു. അവിടെ ഓരോരുത്തർ അലമ്പായിട്ട് ഫോണിൽ കളിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളെ കുണിക്കുമ്പോൾ പിന്നെ എല്ലാവരോടും ചിരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മളെ കുണിക്കാത്തുമ്പോൾ അലമ്പായി തുടങ്ങി. അമ്മ കേക്ക് മുറിക്കുക അങ്ങോട്ട് വാശി പിടിച്ചു തുടങ്ങി. അവളെ കേക്കിൻ്റെ ഓരോ വശങ്ങൾ തോണ്ടി എടുത്തു തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് എന്തായാലും വേഗം കേക്ക് മുറിക്കാം, അല്ലെങ്കിൽ ആ കേക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതുവരെയ്ക്ക് ആരും എത്തിയിട്ടില്ല, കാരണം എല്ലാവരും ബ്ലോക്കിൽ പെട്ട് എടുക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് കടന്ന് കിട്ടണ്ടേ. കേച്ചേരിത്തെ ബ്ലോക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും മെനക്കെട്ട ബ്ലോക്കാട്ടാ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങൾ കട്ട് ചെയ്തോ, ഉണ്ണിവാശനെ കട്ട് ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇനി അതങ്ങനെ വെച്ചിരുന്ന് നമുക്ക് ആരും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ ആ ഷീറ്റൊക്കെ പിടിച്ച് വലിക്കുകയായിരുന്നേ. അപ്പോൾ പിന്നെ അത് വീണ് പോയി പിന്നെ കഴിഞ്ഞില്ലേ. ഞങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലുണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാം കൊടുത്തു നോക്കി. എന്നാലും അത്രയ്ക്കാണ് സമാധാനം ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനും അമ്മയുടെയും കുറച്ച് കപ്പിൾ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ചോദിച്ചാൽ അതൊക്കെ എടുത്തു. അതേപോലെ തന്നെ നമ്മളെ ഫാമിലി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഈ അറ്റത്തേക്ക് തന്നെ പാപ്പൻ്റെ മോനാണ്. പക്ഷെ തറവാട്ടിൽ അച്ചാച്ചനും അച്ഛമ്മയുള്ളതുകൊണ്ട് തന്നെ പാപ്പനും മേമും ലേറ്റായിട്ടേ വരില്ല. അവർക്ക് ഫുഡെല്ലാം കൊടുത്തിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ലേറ്റായിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അച്ഛനെയും കൊണ്ട് ഞങ്ങൾ പോന്നു. നമ്മളെ കാത്തുമ്പോൾ പിണങ്ങിയിരിക്കുക, കേക്ക് മുറിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ പിണങ്ങിയിരിക്കുന്നതാണ് ഈ ഇരിപ്പ് കാണുന്നത്. ഫോട്ടോ എടുക്കാനൊന്നും വിളിച്ചിട്ട് വരാതെ ഞങ്ങൾ കുറേ വട്ടമായി വിളിക്കണം, വായോ ഫോട്ടോ എടുക്കാൻ വായോ. ഒരു രക്ഷയില്ല, അവൾ പിണക്കത്തില്ല. ആൾക്ക് കേക്ക് മുറിക്കണം, കേക്ക് കഴിക്കണം. അവൾക്കിപ്പോൾ ഈയിടെയായിട്ട് മധുരത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. മുന്നേ ആൾ മധുരമൊന്നും കഴിച്ചിരുന്നില്ല, പക്ഷേ ഇപ്പോൾ ആൾ നന്നായി മധുരം കഴിക്കട്ടോ. അപ്പോൾ അച്ചൂട്ടിനെ സമാധാനം ഇല്ലാതെ അവൻ പോയി എടുത്തോടുന്നു. വന്നാലും അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കട്ടോ. ആൾ വീഡിയോയ്ക്ക് ഫോട്ടോയ്ക്കൊന്നും പോസ്റ്റ് ചെയ്യാതെ
അലമ്പാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, എടാ നീ അവളെ ഇറക്കി വിട്ടു, നമുക്ക് ഫോട്ടോ എടുക്കാം, അവൾ നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ അവളെ ഇറക്കി വിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അവൾ കുണിക്കുമ്പോൾ മുഖം നോക്കി, അവളിപ്പോൾ എപ്പോഴും ഇങ്ങനെ ആയിട്ട് ഒരു ഭയങ്കര വിഷമം പിടിച്ച ഫേസാണ് അവൾക്ക് എപ്പോഴും. അമ്മ പറയേണ്ടത് എന്താ കുട്ടിക്ക് പറ്റിയെന്ന് അറിയില്ല എന്ന്. അങ്ങനെ ഫോട്ടോയ്ക്ക് നിൽക്കുമ്പോൾ അച്ഛനോട് വർത്താനം പറയുന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ അച്ഛനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അച്ഛനൊക്കെ ഈ നൂലും എടുത്തുകൊണ്ട് തന്നെ താടി ഒന്നും കളയാതെ അച്ഛൻ്റെ ഷേപ്പ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. പിന്നെ നല്ല ക്ഷീണം തോന്നിക്കുന്നുണ്ട് അച്ഛനെ, താടി ഒന്നും കട്ട് ചെയ്യാത്തതുകൊണ്ട്. പിന്നെ ഞങ്ങൾ എന്തായാലും കേക്ക് കട്ട് ചെയ്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമ്മളെ കാത്തുമ്പോൾ അലമ്പുണ്ടാക്കി എന്തെങ്കിലും ഒരു പണി മേടിച്ച് തരും. അതിനതാ ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. സത്യത്തിൽ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിളിച്ച ആർക്കും എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വിഷമത്തോടെയാണ് കേക്ക് കട്ട് ചെയ്തത്. പക്ഷെ എന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിള്ളേരല്ല. അവൾക്കൊരു സ്വഭാവം, അവൾ ഭയങ്കരമായിട്ട് അലമ്പായി കഴിഞ്ഞാൽ പിന്നെ ആര് വന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചാലും അവൾ സമ്മതിക്കില്ല, അവൾ കേക്ക് കട്ട് ചെയ്ത് നിൽക്കില്ല. അപ്പോൾ ഒരുപാട് അലമ്പാക്കാട് മുന്നേ കട്ട് ചെയ്യുന്നത് നല്ലതെന്ന് എനിക്കറിയുന്നതുകൊണ്ട് ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ അത് അമ്മാമ്മ ആൾക്കൊരു ഉമ്മ കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട്. അമ്മാമ്മേനെയാണ് ഇപ്പോൾ ആൾക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ആൾക്ക് അവളപ്പ, അമ്മാമ്മ, അച്ചാച്ചി ഇതൊക്കെയാണ് ഇഷ്ടം, എന്നെ വേണ്ടാത്രേ. ഇപ്പോഴത്തെ ആളെ സ്വഭാവം അതാണ്. എന്ത് കാര്യമൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും കേക്കൊക്കെ വയലിച്ച് കൊടുക്കുന്നത്. ഇപ്പം അമ്മാമ്മരെ ലാളന മോളാണ് അവൾ. അമ്മാമ്മ ഇരുന്ന് കൊഞ്ചിക്കാനും അവളിരുന്നിട്ട് അതിന് ഒത്ത് കളിക്കാനും. അവളിങ്ങനെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുന്നുണ്ട് അമ്മമ്മ. അപ്പം അതിൻ്റെ സ്നേഹം അവൾക്ക് നന്നായിട്ട് അമ്മാമ്മോടുണ്ട്. അമ്മാമ്മ അപ്പാപ്പെന്ന് വെച്ചാൽ ജീവനപ്പം. അപ്പോൾ അതങ്ങനെ അവളെല്ലാവരും കേക്ക് കഴിച്ചു. അത് പോരാഞ്ഞിട്ട് അവൾ ഒറ്റയ്ക്ക് എടുത്തിട്ടും കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവൾക്ക് കേക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ അതിന് വാഴ വെച്ചിടുമ്പോൾ ഫോട്ടോ എടുക്കണമായിരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. അതിന് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ അവളിതാ ഒറ്റയ്ക്ക് എടുക്കാൻ നോക്കണണ്ട. അവൾ ഒറ്റയ്ക്ക് എടുത്തിട്ടുണ്ട് കേക്ക് കഴിക്കുന്നുണ്ടായിരുന്നു. എനിക്കിൻ്റെ ഇടയിൽ ഉറക്കം വരുന്നുണ്ട്. കുറേ ദിവസമായിട്ട് വർക്കിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ആകെ പ്രാന്തായിട്ട് ഇരിപ്പാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ ഒരു ഉറക്ക ക്ഷീണം എനിക്കെടുക്കണ്ട. ഒറ്റയ്ക്ക് എടുത്ത് മേടിച്ച് കഴിച്ചു. ആൾക്കാർ വാലോച്ചിരുമ്പോൾ തുണ്ടാഴ്ചയിൽ കിട്ടണല്ലോ, അവൾക്ക് വലിയ പീസ് വേണം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൊണ്ടുകൊണ്ട് കേക്കൊക്കെ വായിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുണിക്കുമ്പോഴും വായിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ മാമന് ഉമ്മ കൊടുക്കാൻ പറഞ്ഞു. അത് പിന്നെ എത്ര വേണമെങ്കിൽ കൊടുത്തോളും. മാമൻ്റെയും മേമയൊക്കെ പുത്രയാണ്. അപ്പോൾ അവൾക്ക് ഞങ്ങളെ വീട്ടിൽ നിൽക്കണ്ട, മാമനോട് നിന്നാൽ മതി. അവിടെ എല്ലാവരും അവളിങ്ങനെ തലയിൽ വെച്ച് കൊണ്ട് നടക്കുകയാണേ. മാമനും മേമയെന്നൊക്കെ വെച്ചാൽ ഭയങ്കര സെറ്റുകാരായി തുടങ്ങിക്കണു. ഞാനാണിപ്പോൾ ഇടയ്ക്ക് ചീത്ത പറയും, അവൾ വല്ല കുറുമ്പ് കാണിച്ച ചീത്ത പറയും. അപ്പം എന്നെ കണ്ണിൽ പിടിക്കാതെയുണ്ട്. അങ്ങനെ കേക്ക് കഴിച്ച് അവൾക്ക് അവസാനം അവൾക്ക് മടുത്തു കിട്ടാ. അവൾ കേക്ക് കഴിക്കാൻ വൈകിയ അങ്ങനത്തെ അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും വായിൽ വെച്ച് കൊടുത്തു. പിന്നെ ഈ ഗിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കഴിച്ചിൻ ഏട്ടൻ്റെ വകയും പിന്നെ ആ മാല ഗൾഫിലുള്ള ചേച്ചിയുടെ വകയുടെ. ആ ചേച്ചി എല്ലാ പ്രാവശ്യവും അല്ല കാത്തുവിൻ്റെ 90-നാണേലും ബർത്ത്ഡേക്കാണേലും അപ്പോൾ അതായത് 2ാം ബർത്ത്ഡേക്കാണേലും ഞങ്ങൾ പോലും അറിയാതെ ആ ചേച്ചി ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടാവും. സാധനം ഞങ്ങളെ കയ്യിലെത്തുമ്പോഴാണ് ഞങ്ങൾ അറിയുക. അപ്പോൾ ആ ചേച്ചി ഒരു മാലയും ഏട്ടനൊരു കഴിച്ചേനാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ കാത്തിന് കുറേ ഉണ്ടെങ്കിലും ഇതൊന്നും 2 ദിവസമായിട്ട് ആൾ 3-ാം ദിവസം അപ്പോൾ ഊരിയായോ ഊരിയെന്ന് പറഞ്ഞാൽ അവൻ ഊരി എടുത്ത് വയ്ക്കും. അല്ലെങ്കിൽ ഈ ഊരി കളിക്കാൻ വേണ്ടിയിട്ടാകുമ്പോൾ അവൻ ഊരി എടുത്ത് വയ്ക്കലാണ് പതിവ്. ഇതൊക്കെ ഇപ്പോൾ ഇടണ ഇഷ്ടം മാത്രമല്ല, ഇട്ട് കഴിഞ്ഞ് 2 ദിവസം ആകുമ്പോഴേക്കും അവൾ തുടങ്ങും അലമ്പുണ്ടാക്കാൻ. ഊരി തായോന്ന് പറഞ്ഞിട്ട് ആൾക്ക് ഊരി കളിക്കാനാണ്. അപ്പോൾ ഏട്ടൻ ഇതൊക്കെ ഊരി മേടിച്ച് വയ്ക്കും. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും കൊടുത്തത് കാശാണ് കേട്ടോ, കാശായിട്ടാണ് നിന്നത്. കാരണം ഗോൾഡ് എടുത്തിട്ട് കാര്യമില്ല, ആൾക്കൊരു 3 മാലയും ഒരു 5-6 വാളയും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഗോൾഡ് എടുത്തിട്ട് കാര്യമില്ല, ഇതൊക്കെ ഈ ഒരാളെല്ലാം ഇടാനുള്ളൂ. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഗോൾഡായിട്ടൊന്നും വേണ്ട പറഞ്ഞിട്ടായിരുന്നു. പിന്നെ കളിപ്പാട്ടം മേടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം, അതുകൊണ്ട് തന്നെ ഞാൻ കളിപ്പാട്ടം മേടിക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഈ ക്യാഷ് പിടിച്ചോ, നിങ്ങൾക്ക് പരിപാടിയിൽ എവിടെയെങ്കിലും ചിലവാക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മ ഞങ്ങൾക്ക് കാശാണ് തന്നത്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എൻ്റെ അമ്മായിയും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത് അമ്മായിയും മോനും മരിയോളും 2 മക്കളാണ്. പക്ഷേ ഞങ്ങൾ അമ്മായിന്ന് വിളിക്കാറില്ല, പൂപ്പിയെന്നാണ് ചെറുപ്പം തൊട്ടേ വിളിക്കാറ്. ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ, പൂപ്പിയെന്നാണ് വിളിക്കുക. അത് കേട്ട് എൻ്റെ കാത്തു ആണെങ്കിലും ഏട്ടനാണെങ്കിലും ഒക്കെ പൂപ്പിയെന്ന് വിളിക്കുക. പിന്നെ കാത്തു എപ്പോഴും പറയുന്ന 2 ആൾക്കാരാണ്, അമ്മും പിഞ്ചും. ഇതാണ് കേട്ടോ 2 ആൾക്കാർ. പിന്നെ ഞങ്ങൾക്ക് അങ്ങോട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ എല്ലാവരും വരാൻ തുടങ്ങി. ഇപ്പം നമ്മൾ വീഡിയോ എടുക്കില്ലല്ലോ, നമ്മളെല്ലാവരും സ്വീകരിക്കണം, എല്ലാവരോടും വർത്തമാനം പറയണം, അവർ ഫുഡ് കൊടുക്കണം. പിന്നെ നമ്മൾ ആ തിരക്കിൽ പെട്ടുപോയിട്ടോ. അങ്ങനെ വീഡിയോ കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് ഈ ഗിഫ്റ്റ് എല്ലാം പൊളിക്കണം, കുണിക്കുകയൊക്കെ. അപ്പോൾ എന്തായാലും ഞാൻ പൊളിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ അതായത് ഒരു മിഡിയും ട്രൗസറായിട്ടൊരു ഗിഫ്റ്റ്. ഇതെനിക്ക് തോന്നുന്നു അടിയത്തെ അമ്മച്ചി തന്നതാണ്.
ഇങ്ങനെ ട്രൗസറും മിഡിയും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ജീൻസിൻ്റെ ആണ്, പക്ഷെ കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചു. ഒന്നുകൂടി വലുതായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് അമ്മച്ചിയുടെ മോള് ടീച്ചർ എന്നതാണ്. എനിക്ക് തോന്നുന്നു അമ്മച്ചിക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടുത്തെ കുര്യോസാരനും മോനൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 2 ബനിയനായിരുന്നു കേട്ടോ. ആ മിഡിക്കൻ ട്രൗസറിന് ഇടാൻ പറ്റിയ 2 ബനിയനായിരുന്നു. ഇത് കാത്തുന് കറക്റ്റ് ഭാഗമായിരിക്കും കേട്ടോ. ഇപ്പോൾ ഇടാൻ പറ്റിയ ബനിയനും 2 ബനിയൻ തന്നെയാണ്. പക്ഷെ പാവടയും ട്രൗസറാണ് കുറച്ച് വലിപ്പം. അത് ഞാൻ സ്വതവേ അവൾക്ക് എടുക്കാറ് 9 മാസത്തിൻ്റെയാണ്. അവളെ വയസ്സ് പറഞ്ഞെടുത്താൽ ഭയങ്കര വലുപ്പമായിരിക്കും, അതാണ്. പിന്നെ ഈ ഒരു വണ്ടി എൻ്റെ അമ്മായി കൊടുത്തതാണ്. ഞാൻ പറഞ്ഞു പൂപ്പി കൊടുത്തതാണ് ഈ വണ്ടി കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഞാൻ പൊളിക്കാൻ നിന്നപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പോൾ പൊളിക്കണ്ട, ഇപ്പോൾ പൊളിച്ച പിന്നെ വീട്ടിൽ കൊണ്ടുപോകാണ്ടാവില്ല, ഉണ്ണികൾ എടുത്ത് കളിക്കും, വീട്ടിൽ പോയിട്ട് പൊളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പൊളിക്കാതാണ്ട് മാറ്റി വെച്ചു. ഞാൻ പറഞ്ഞു പൊളിക്കുന്നു, പക്ഷെ അമ്മ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ അതായത് ഒരു കളിപ്പാട്ടം എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞൊരു ബുട്ടിക്ക് അവിടുത്തെ ചേച്ചിമാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ കൊടുന്നതാണ്. അയ്യോ, ഇത് കിട്ടിയതിന് ശേഷം പിന്നെ കാത്തുമ്മയും കുണിക്കൊക്കെ ഇതിൻ്റെ പിന്നാലെയായിരുന്നു. അവർക്ക് പിന്നെ ഇതുമ്പോൾ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്കൊരു സമാധാനം തന്നിട്ടില്ല. അവർ ഇതിൻ്റെ പിന്നാലെ ഇരുന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു അത് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാളെ ചേച്ചി കൊടുത്തതാട്ടാ. അപ്പോൾ ഈ 2 ഉടുപ്പ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഉടുപ്പുകളാണ്, വൈറ്റ്. സ്വതവേ എനിക്ക് വൈറ്റ് ഉടുപ്പുകളോട് കുറച്ച് ഭ്രാന്ത് കൂടുതലാണല്ലോ. പിന്നെ അപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ചു. പിന്നെ കുറേ ഗിഫ്റ്റൊക്കെ ആരെ തന്നേന്ന് എനിക്ക് വലിയ പിടുത്തില്ലാത്തതുണ്ട് കേട്ടോ. ഞാൻ അപ്പോൾ ഈ പൊളിക്കണ ഈ ഉടുപ്പും പൂപ്പി തന്നതാണ്. ആ ഒരു കളിപ്പാട്ട് ഈ ഉടുപ്പും പൂപ്പിയാണ് കേട്ടോ കൊടുന്ന് തന്നത്. അപ്പോൾ ഇത് കുറച്ച് വലിപ്പം കൂടുതലാണ്, പക്ഷെ എന്നാലും നല്ല ഭംഗിയാണ്. ഇങ്ങനത്തെ സെയിം ഉടുപ്പും നാളെ കുണിക്കുമോൾക്ക് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ സൈസ് നോക്കണത് എത്രയുടെയാണ് എൻ്റെ ചെറുതെടുക്കാൻ പറ്റുമെന്ന്. അതേപോലെ തന്നെ ഇപ്പം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ കാണിച്ചു, പക്ഷേ നമ്മൾ കാത്തുമ്മ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് ക്ലിയറായി കണ്ടില്ല. ഇത് നമ്മൾ കാത്തുമ്മ ഡേ കെയറത്തെ ടീച്ചർ വന്നപ്പോൾ കൊടുത്തതാണ്. അതേപോലെ ഈ ഉടുപ്പ് ഇത് ഞങ്ങളെ ഫ്രണ്ട് വന്നപ്പോൾ തന്നാട്ടാ. നമ്മളോടൊപ്പം സാരി ഉടുപ്പിക്കാനും ഒക്കെ വരുന്ന സാരി റാപ്പിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആൾ വരുമ്പോൾ കൊടുക്കുന്നതാണ്. അതേപോലെ ഈ റെഡ് വണ്ടി എൻ്റെ പാപ്പൻ, ഞാൻ പറഞ്ഞില്ല അച്ചുട്ട, അപ്പോൾ പാപ്പൻ വരുമ്പോൾ കൊടുക്കുന്നതാണ് ഈ റെഡ് വണ്ടി. അപ്പോൾ ഇതിന്മേൽ ഭയങ്കര കളിയായിരുന്നു പിള്ളേർ. പിന്നെ വന്നത് അമ്മ കാശായിട്ടാണ് തന്നത്. ഉണ്ണിക്കുള്ള എന്താ വെച്ചാൽ മേടിച്ചോളം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പരിപാടിയിൽ സ്റ്റേജ് എന്താ വെച്ചാൽ ചെയ്തോളം പറഞ്ഞിട്ട് അമ്മ കാശാണ് തന്നത്. പിന്നെ ഞങ്ങൾ കഴിച്ചതിനും പിന്നെ ഗൾഫിൽ നിന്നുള്ള ചേച്ചിനും മാലയാണ് കൊടുത്തത് കേട്ടോ കാത്തുനെ. അങ്ങനെ ഇതെല്ലാം കഴിയുമ്പോൾ ഒരു 12:45 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 3 മണിക്ക് വർക്കിന് എത്തണം അവിടെ. പിന്നെ ഉറക്കത്തിൽ പെട്ടാലെന്ന് വിചാരിച്ച് ഞാൻ കിടന്ന് ഉറങ്ങിയില്ല. പിന്നെ ഞങ്ങളൊരു 2 മണിക്ക് ഏട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. നേരെ കുളിച്ച് റെഡിയായി വർക്കിന് പോയി. എൻ്റെ മുഖം കണ്ടാൽ നിങ്ങൾക്ക് അറിയണം, എനിക്ക് നല്ല ഉറക്ക ക്ഷീണമുണ്ട് കേട്ടോ. ഞാൻ ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഇതായി നമ്മളെ ബ്രൈഡ്. ആദ്യം ഭയങ്കര സൈലൻ്റ് ആയിരുന്നു, അധികം വർത്താനൊന്നും പറഞ്ഞിരുന്നില്ല. ആവശ്യത്തിന് മാത്രം ഇങ്ങനെ എന്തെങ്കിലും പറയുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ആൾ സൈലൻ്റ് ആയതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ആളെയും ബുദ്ധിമുട്ടിച്ചില്ല. ഞാൻ ഇരുന്ന് സമാധാനത്തോടെ മെല്ലെ ഇരുന്ന് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പകുതി എത്തിയപ്പോൾ ആളിങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു അനിയൻ ഭയങ്കര സൈലൻ്റാണ് പറഞ്ഞു. ഞാൻ അനിയൻ മാത്രമല്ലല്ലോ, ഇയാളും നല്ല സൈലൻ്റ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഞാനോ എന്ന് പറഞ്ഞ് തുടങ്ങിയ ആൾ. പിന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ആളെ പിന്നെ വായ അടച്ചിട്ടില്ല, അത്രയും വർത്താനം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ നമ്മളെ വീട് സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പോൾ അമ്മോടും ഒക്കെ ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നു. അത് പോരാഞ്ഞിട്ട് അമ്മ നമ്മളെ വർക്കിൻ്റെ കാശ് പോരാഞ്ഞിട്ട് കാത്തുമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ ക്യാഷ് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ വേണ്ടാന്ന് പറഞ്ഞു, പക്ഷേ അമ്മ സമ്മതിച്ചില്ല ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നു. വർക്കിന് ബ്രൈഡായിട്ട് നമ്മൾ സ്വതവേ എല്ലാവരോടും മാക്സിമം കമ്പനി ആവാറുണ്ട്. ചിലരൊക്കെ ഇത്രയും സൈലൻ്റ് ആയിട്ടുള്ളവർ മാത്രമാണ് അധികം വർത്താനം പറയാതിരിക്കുക. നമ്മളെത്ര ശ്രമിച്ചാലും മിണ്ടാതിരിക്കുക. പക്ഷേ അവരമ്മമാരായിട്ട് തന്നെ എല്ലായിടത്തും നമുക്ക് കമ്പനി ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ ആളുടെ അമ്മേനെയായിട്ട് നമ്മൾ നല്ലോണം കമ്പനി ചെയ്യണ്ടായിരുന്നു. ആൾക്ക് ആളുടെ ടോണിൽ തന്നെയുള്ള മേക്കപ്പ് മതിയെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കണം, പക്ഷെ ഒരുപാട് ബ്രൈറ്റ് ആക്കിയിട്ട് പുട്ടി പോലെ ഒന്നും വരരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതേപോലെ തന്നെയാണ് നമ്മൾ മേക്കപ്പൊക്കെ ചെയ്തത്. പക്ഷേ എനിക്കെന്തോ പറയുക ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആളെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ ആളെ കാണാൻ വേണ്ടിയിട്ട്. ആളെ സാരിയുടെ കളറും ഒക്കെ വെറൈറ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ആളെ മേക്കപ്പ് കഴിഞ്ഞ് ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് ഫേസ് എല്ലാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞോളൂ. ആൾക്ക് ഇതേപോലെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, മേക്കപ്പ് എങ്ങനെയാവും എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. ആൾ എൻഗേജ്മെൻറ്റിൻ്റെ മേക്കപ്പിൽ എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. തോന്നുന്നു നേരത്തെ മേക്കപ്പ് കഴിഞ്ഞിട്ട് എന്തോ സീനോ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പേരും ഉണ്ടായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, എല്ലാം സെറ്റായിരുന്നു.
നമ്മളൊരു വർക്കിന് പോയാലും അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കുകയോ കാര്യങ്ങളോ പരിപാടി കൂടാറൊന്നുമില്ല. പക്ഷേ ഈ വർക്കിന് അങ്ങനെയായിരുന്നില്ല. നമ്മൾ ഈ പരിപാടിയുടെ ലാസ്റ്റ് വരെ ഏകദേശം നമ്മളവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഒന്നാമത്തെ സെക്കൻഡ് സാരി ഉടുപ്പിക്കാണ്ടായിരുന്നു. എന്നാലും നമ്മൾ കാറിൽ കിടന്ന് ഉറങ്ങാറാണ് പതിവ്. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയായിരുന്നില്ല കേട്ടോ. നമ്മൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കെട്ടും പരിപാടി എല്ലാം കണ്ടു അവസാനം സെക്കൻഡ് സാരി ഉടുപ്പിച്ച് ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. സെക്കൻഡ് സാരി ഉടുപ്പിക്കുമ്പോഴും ഒന്നും മേക്കപ്പിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒക്കെ സെറ്റായിട്ട് തന്നെയായിരുന്നു ഇരുന്നത്. സെക്കൻഡ് സാരി ഉടുപ്പിച്ച വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് വേറെ കാര്യം. എന്നാലും പരിപാടിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. എന്തൊരു രസമായിരുന്നു. അവിടെ ഇരിക്കുമ്പോൾ ടൈം പോകുന്നത് തന്നെ അറിഞ്ഞില്ല. അത്തരം പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളിയായിട്ടിരുന്ന് കല്യാണമൊക്കെ കൂട്ടി. അതിൻ്റെ ഇടയിൽ ഞാൻ ഡബ് ചെയ്തതൊക്കെ എവിടേക്കൊക്കെയോ പോയി. കാരണം കാത്തുമ്പോൾ ഇവിടെ അലമ്പായതുകൊണ്ട് തന്നെ എൻ്റെ ശ്രദ്ധ ഫുള്ളും വിട്ടു. അങ്ങനെ ആൾ സ്റ്റേജിൽ കയറുന്ന ലുക്ക് ഇങ്ങനെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ മുടിയുടെ ബാക്കിൽ മുല്ലപ്പ് വെച്ചൊക്കെ. എൻ്റെ ഇഷ്ടത്തിനൊക്കെ ചെയ്യാൻ എനിക്ക് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു. അതെന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്തിരിക്കണം. നാളെ പുതിയ വീഡിയോ ആയിട്ട് തന്നെ ആയിരിക്കും. ബായ്.